രണ്ട് രാജാക്കന്മാർ ആ 5-ാം അധ്യായത്തില് വലിയൊരു ലോഡ് നമുക്ക് തരികയാണ്. മറ്റൊന്നുമല്ല, പുതിയ രാജാവിന്റെ നാമാനെ സുഖപ്പെടുത്തുന്നു. അല്ല 1-14 വനത്തില് പുതിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാൻ കേട്ടോ. രാജാവിന് അവനോട് പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് ഹൃദയക്ക് വിജയം നൽകി. ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുറ്റരോഗിയായിരുന്നു. അവൻ മുഖാന്തരമാണ് വിജയം കൊടുത്തത്. അങ്ങനെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയുണ്ട്. കൊർണോലിയസ് ആക്ട് 10:2 ദയാലവും ദാനധർമ്മിഷ്ഠനുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രീതി വരുന്നത്. ഇസ്രയേലിൽ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അപ്പൊ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടായിരുന്നെങ്കിൽ അവിടെ വല്ലതും നടക്കുവാണ് കണ്ടോ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി. ദൈവത്തിന്റെ ഭക്തിയല്ലേ. അവൻ തന്റെ യജമാനത്തിയോട് പറഞ്ഞു, എന്റെ യജമാനൻ സമതിയായ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. വർദ്ധനതുണ്ട്. യജമാനത്തോട് പറഞ്ഞു കൊടുക്കുക കണ്ടോ. ഇതുകൊണ്ടാണ് നമുക്കെല്ലാം ദുരിതമായിട്ട് ഇപ്പൊ തോന്നുന്നത്. എല്ലാം നന്മയ്ക്കായിട്ട് പിന്നെ കണ്ടോ, എല്ലാം നന്മയ്ക്കായിട്ട് വരും കേട്ടോ. എല്ലാം പലതരത്തിലുള്ള ദൈവം നമ്മുടെ വിശ്വാസം കൂട്ടുന്നത് കേട്ടോ. ചിലപ്പോ അതാണ് ഈ ഉൽപ്പത്തി 50:20 എല്ലാം എനിക്ക് പൂർവ്വവസ്യപ്പ് പറയുന്നത്. എല്ലാം എനിക്ക് ഉപകാരമായിരുന്നു. സങ്കീർത്തനം 119:71 ഇതാ റോമ 8:28 എല്ലാം വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് പലതരത്തിൽ തരുന്നത്. ചിലപ്പോൾ തട്ടിന്റെ പുറത്ത് പിന്നെയും കിട്ടുമെന്ന അടി എല്ലാം കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഓർക്കും കണ്ടോ. ഇപ്പൊ അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു, നീ പോകാൻ പാടില്ല പ്രാർത്ഥന 10 പ്രാവശ്യമാണ്. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെയും ഈ പറഞ്ഞ അമ്മായിമ്മ തന്നെ പിന്നെ മുമ്പിൽ വന്നിരുന്ന പ്രാർത്ഥനക്ക് മുട്ടി കിടക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എവിടെ കണ്ടിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നവര് തന്നെ തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ വിശ്വാസം എവിടെ നേരെ മാറിപ്പോകും. നമ്മുടെ വിശ്വാസം ശക്തിയായിട്ട് വരും കണ്ടോ. ഈ യെശയ്യാ പ്രവാചകൻ 49 1-7 വനവും യെശയ്യാ പ്രവാചകൻ 42 1-9 വനവും യെശയ്യാ പ്രവാചകൻ 50 4-11 വനവും യെശയ്യാ പ്രവാചകൻ 52 13-15 വനവും ദൈവത്തിന്റെ പുത്രന്മാരായി കഴിഞ്ഞാല് ഈശോ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മളും ചെയ്യും. ഒരു സംശയം വേണ്ട കണ്ടോ. കാരണം നമ്മളെ ഇങ്ങനെ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് എല്ലാം പഠിപ്പിച്ച് ശുദ്ധീകരിച്ച് എല്ലാം തരം ചെയ്യണം. അപ്പൊ ഈ നാമാനെ സുഖപ്പെടുത്തുന്ന കാര്യം ഒന്ന് വായിച്ചാല് ആ നന്മയ്ക്കായിട്ട് വന്ന് ആ പെൺകുട്ടിയെ പിടിച്ചോണ്ട് പോയതാണ്. അവളാ പറഞ്ഞു കൊടുക്കുന്നത്. അവള് പറയുകയാണ്, ഇസ്രായേൽ പെൺകുട്ടി പറഞ്ഞു വിവരം നാമാൻ രാജാവിനെ അറിയിച്ചു. ഹൃദയ രാജാവ് പറഞ്ഞു, ഉടനെ പോവുക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു കത്ത് തരാം. നാമാൻ 10 താലന്ത് വെള്ളിയും 6000 ശക്കൽ സ്വർണവും 10 വിശിഷ്ട വസ്ത്രങ്ങളും എടുത്ത് യാത്രയായി. അവൻ കത്ത് ഇസ്രായേൽ രാജാവിനെ ഏൽപ്പിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു, എന്റെ ദാസൻ നാമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാനാണ് ഈ എഴുത്ത്. ഇസ്രായേൽ രാജാവ് കത്ത് വായിച്ചിട്ട് വസ്ത്രം ചെറുക്കോട് പറഞ്ഞു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ എന്നോട് ആവശ്യപ്പെടുന്നു. ജീവൻ എടുക്കാനും കൊടുക്കാനും ഞാൻ ദൈവമാണോ? കണ്ടോ, എന്നോട് മല്ലിടാൻ അവൻ പഴുതു നോക്കുന്നു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീശ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എന്റെ അടുത്ത് വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ. നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീശയുടെ വീട്ടുപടിക്കലെത്തി. എലീശ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമൻ കുപിതനായി മടങ്ങിപ്പോയി. ഈ 7 പ്രാവശ്യം കുറച്ച് കുളിക്കാൻ പറഞ്ഞതിന് വേഗം വഴക്കിട്ടുപോയി. നേരെ മറിച്ച് പറഞ്ഞേ, ഒരു 10 ലക്ഷം രൂപ തന്ന കുറ്റം മാറി ഞാൻ 10 ലക്ഷം രൂപയും കൊണ്ട് വരും. മനസ്സിലായി? ഇവിടെ വരുമ്പോ ഒന്ന് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞത് വല്ല പ്രയാസമുണ്ടോ? വല്ല മുടക്കുണ്ടോ? കണ്ടോ, സമ്മതിക്കും. 2 കൗൺസിൽ ചെയ്യാൻ പകരം അത് കഴിയണം. കണ്ടോ, വേറെ പറയാൻ അവരോട് പറയാൻ
ഇപ്പൊ ബനാറസിൽ ഇപ്പൊ ഡോക്ടറുണ്ട്, ഡോക്ടർ ശിവാനന്ദ്. അവിടെ ഒരു 80,000 രൂപ കിട്ടിയിട്ട് 2 മാസം താമസിക്കണമെന്ന് പറഞ്ഞാൽ പോയില്ലേ പോകും. ഇവിടെ വന്ന് ഒന്ന് വന്നത് കൗൺസിലർ എന്ന് പറഞ്ഞാൽ വരുവാണ്. അങ്ങനെയില്ല, നിങ്ങളുടെ വന്ന് കൗൺസിലർ എന്ന് പറഞ്ഞു. ഇത് തന്നെ പറഞ്ഞു 7 പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു. ഇതോ വെള്ളത്തിൽ കുളിക്കാണ്. അത് കഴിഞ്ഞ് വെള്ളത്തിൽ കുളിച്ചപ്പോ ശുദ്ധനായി, ശുദ്ധിയാണ്. കണ്ടോ, കുറ്റം പോയി വെളുത്ത്. ഇതുപോലെ കുറ്റരോഗികളായിട്ടാണ് ഇവിടെയും വരുന്നതല്ല. നിങ്ങൾ വചനം കൊടുക്കുമ്പോൾ സംഗീതം 107 20 വാക്യം നിങ്ങളുടെ മനസ്സിൽ കൂടെ അവന്റെ പ്രശ്നം പോകുന്നു, രോഗം സൗഖ്യമാകുന്നു, ഹൃദയം ശുദ്ധിയാകുന്നു, തകർച്ചകൾ വിട്ടുപോകുന്നു, എല്ലാ ദുഃഖങ്ങളും പോകുന്നു, കടബാധ്യതകൾ പോകുന്നു, പുതിയ മാർഗങ്ങൾ തുറന്നു തരുന്നതിനും. കണ്ടോ, ഒരൊറ്റ രാജാവ് അനുഭവിച്ചാൽ മതി എല്ലാം വായിച്ചില്ലേ. ഒരാൾ വിചാരിച്ച വേറൊരാൾ അങ്ങേയറ്റം എത്തിക്കാമാണ്. ദൈവത്തിനെല്ലാം സാധിക്കും. 4:37 അപ്പൊ നിങ്ങൾക്ക് എല്ലാം സാധിക്കുമാണ്. അപ്പൊ നമുക്ക് ഇത്രയും പേര് മതി ലോകം മുഴുവനും ഈശ്വരൻ ശക്തമായി കൊടുക്കാനായി. അതുകൊണ്ട് ഈ 2 പേര് ഗോവയ്ക്ക് പോകണം. എന്താ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും, ചിലപ്പോൾ ഒളിച്ചു പോകേണ്ടി വരും, ഉടുപ്പൊക്കെ മാറിപ്പോകേണ്ടി വരും. അതിനൊക്കെ തയ്യാറായിരിക്കണം. കേട്ടോ, തൊപ്പിയൊക്കെ വെച്ച് പോകണം. കേട്ടോ, അങ്ങനെയൊന്നും തന്നെയാണ്. ചില പ്ലെയിനിൽ പോകേണ്ടി വരും, പ്രയാസപ്പെടരുത്. ചിലപ്പോൾ തീവണ്ടിക്കാരി പോകണം, ചിലപ്പോൾ ജെറ്റ് വണ്ടി ആയിരിക്കും, ചെറുതായി പോകണം, ബാംഗ്ലൂരിൽ പോകേണ്ടി വരും. ഓരോ സ്ഥലത്ത് നിങ്ങൾ കാണിക്കുകയാണ്. മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ തിരുവനന്തപുരത്ത് പോകേണ്ടി വരും. ചില പുതിയ ഭാഷകളായിരിക്കും, നിങ്ങൾക്ക് പുതിയ ആചാരങ്ങളായിരിക്കും. കണ്ടോ, നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ അയ്യോ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെച്ച് തന്നെ തിന്നാൻ വെച്ചിരിക്കുന്നത് പുഴുങ്ങിയ ചെമ്മീനായിരിക്കും. അല്ല, ചിലപ്പോൾ ചെയ്തിരിക്കും. നിങ്ങളെ കിടത്ത് വിടാണ്ടിരിക്കും, പഠിച്ച് അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനം തന്നാൽ അവിടെ വരുമ്പോഴാണ് കുഴപ്പമില്ല, അത് സ്വീകരിക്കേണ്ടി വരും. അവിടെ ഒന്നും കുറഞ്ഞ 9 18 ഇരുപത്തിമൂന്ന് വേണം. ഇഷ്ടമില്ലാത്ത നിങ്ങൾ വിലങ്കി വരും. ചില സ്ഥലത്തിന് പറയുന്നത് നല്ല സ്ഥാനമാണെന്ന് പറയല്ലേ, അപ്പാന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പം അത് തിന്നാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് ഒരു വട്ടേക്കും കൊണ്ടൊന്നും തന്നെ അവർ തിന്നിട്ട് നിങ്ങളും തിന്നണം. അത് ഓരോ കേട്ടോ, പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പല വിധത്തിലായിരിക്കും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ വിധത്തിലായിരിക്കും. അതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ സർപ്പത്തെ പോലെ മത്തായി 10:16 വിവേകിയായിട്ട് വേണം ഓരോ സ്ഥലത്ത് വയ്ക്കാനും പ്രവർത്തിക്കാനും, അതിന്റെ കൂടെ ജോയിൻ ചെയ്യണം. എന്നിട്ട് അവരെ പിടിച്ചെടുക്കാനാണ്. ചില സ്ഥലത്ത് നിന്നും പൈശാചിക്കളായിരിക്കും. ഈ പൈശാചിക്കൾ കൂടുന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വേദനകളുണ്ടാകും. അതേ കാല് വേദന അല്ലെങ്കിൽ ഓരം വേദന. കേട്ടോ, വലിയ ശക്തിയാണെങ്കിൽ ഇവിടെ മസിൽ വെട്ടും. ഈ ആത്മീയ ശക്തികൾ എപ്പോഴും ഇവിടെ ചെന്നാലും എപ്പോൾ 6 11 12 ആയിരിക്കും ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് എപ്പോൾ സാറിന് സ്വർഗീയ രംഗങ്ങൾ വസിക്കുന്നത്. ഇപ്പൊ നമ്മളെങ്ങനെ ഇവിടെ തെറ്റി ഇതായിട്ട് കത്താണ്ടും കുറയുന്ന പുറത്താണ് ഇവിടെ കയറാത്ത ഈ പേടിയില്ലാവും. ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ ഈ സെമിനാരിയുടെ കോൺവെന്റിലൊക്കെ ചെന്നാൽ വലിയ പേടിയായിരുന്നു. പലതരത്തിലുള്ള കാണും. മറ്റു ഡോക്ടർ ആത്മീയ സ്ഥലത്ത് ഈ അതായത് ആത്മീയ സ്ഥലത്ത് വ്യതിചരിക്കുമ്പോഴാണ് വലിയ പ്രയാസം. അവിടെ കയറുമ്പോഴാണ് കണ്ടോ. അതാണ് ഈ എഫ് പലതും പറഞ്ഞ സ്വർഗീയ വസിക്കുന്ന ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൊണ്ട് സാധിക്കും. കണ്ടോ, പിന്നെ മറ്റുള്ള സ്ഥലത്ത് തലയ്ക്ക് കയറുമ്പോൾ ഈ പൂജിച്ച വസ്തുക്കളും ഹോമങ്ങളും ഇതെല്ലാം ചെയ്യുമ്പോൾ കൂടുതൽ കനം വരുമ്പോൾ എന്ത് ചെയ്യണം, എന്റെ കൈയൊക്കെ പൊക്കിയേക്കണം. ഞാൻ ഇവിടെ ഇറക്കി കണ്ടിട്ടുണ്ട് ഞായറാഴ്ച പെട്ടെന്ന് കൈ പോക്കണം. കാരണം എനിക്ക് അപ്പം അറിയാൻ കഴിയും അതിന് വെള്ളണ്ടേ, അതിന് കുറവരാനാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ റിവേഴ്സ് നടത്തിക്കൊണ്ടിരുന്നത് പാട്ടുപാടിയാണ് സ്നേഹത്തിന് തന്നെ നടന്നോളും. റിവേഴ്സ് ഭാഷാപരം ചേർന്നവരെ സ്നേഹത്തിന്റെ പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. ഈ പാട്ടുകൊണ്ട് വിട്ടുപോയിക്കൊള്ളുക. അതേ മത്തായി 8:16 കൂടി പ്രവർത്തിക്കുന്ന കൃതിയാണത്. സംഗീതം ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം വിട്ടുപോയിക്കോളും, വെറുതെ പോയിക്കോളും.